പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് സേനാ മേധാവുമായിട്ട് സംസാരിച്ചതിൻ്റെ ഉള്ളടക്കമാണ് പ്രധാനമന്ത്രിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തായാലും ആ കൂടിക്കാഴ്ച ഇന്ന് നടക്കും. അതുതന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. അതിനുശേഷമേ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവെക്കുമെന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്നലെ രാത്രി 8:30 മണി മുതൽ ഏതാണ്ട് 8-9 മണിക്കൂർ നേരം തുടർച്ചയായി നടന്ന ഏറ്റുമുട്ടൽ, അത് എന്താണ് ആ ഏറ്റുമുട്ടൽ സംഭവിച്ചത്? അതായത് ഇന്ത്യൻ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പാകിസ്ഥാൻ്റെ ഏതൊക്കെ മേഖലകളെ നമ്മൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഒരുപക്ഷെ ഒരു വാർത്താക്കുറിപ്പോ അതല്ല എങ്കിൽ ഒരു മാധ്യമങ്ങൾ ഒരു വാർത്താ സമ്മേളനമോ വിളിച്ചുകൂട്ടി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കൂടിക്കാഴ്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊരു പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചെടുക്കുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നയം. അതിലൊന്നും വേറൊരു മാറ്റവുമില്ല. ഡൽഹിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടായാൽ നേരിടാൻ വേണ്ടി ജനങ്ങളെ സജ്ജരാക്കുന്നതിനായി ഇന്ന് 3 മണിക്ക് അല്പസമയത്തിനകം തന്നെ ഒരു സൈറൺ മുഴങ്ങും. ഒരു 20 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രില്ലാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി. എന്തായാലും അല്പസമയത്തിനകം ആ സൈറൺ മുഴങ്ങും. ജനങ്ങൾ പരിഭ്രാന്തരാവരുത് എന്ന് ജില്ലാ ഭരണകൂടം, സെൻട്രൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ശരി, അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എല്ലാ വിവിധ സംവിധാനങ്ങളും മോണിറ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ ആരോഗ്യ മന്ത്രി JP നദ്ദ ഈ രാജ്യത്തെ ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളുടെ ആ ഒരു കേപ്പബിലിറ്റിയെ സംബന്ധിച്ചൊക്കെയുള്ള വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്.